നമ്മളെ ഫോണിന് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ പരിഹരിക്കുകയും ചെയ്യാം. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഫോണിൻ്റെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ടെസ്റ്റി എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഫോണിൻ്റെ എല്ലാ ഭാഗവും ടെസ്റ്റ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ്, റാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോം പേജ് കാണിക്കും. ഇവിടെ ടെസ്റ്റസ് എന്നുള്ള രണ്ടാമത്തെ ഒരു ടാബ് ഉണ്ട് താഴെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്ക്രീന്, മൾട്ടി ടച്ച്, പോയിൻ്റർ അങ്ങനെ ഫോണിൻ്റെ എല്ലാ ഭാഗങ്ങളും, സെൻസറുകൾ, ഏതൊക്കെ സെൻസർ ഉണ്ട്, വർക്ക് ചെയ്യുന്ന സെൻസർ ഏതാണ് വർക്ക് ചെയ്യാത്ത സെൻസർ, ക്യാമറേൻ്റെ പെർഫോമൻസ് അങ്ങനെ ഓരോന്നും, ബയോമെട്രിക്. ഇപ്പോൾ ബയോമെട്രിക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫിംഗർ പ്രിൻ്റ് അവിടെ കൊടുത്ത് അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിലുള്ള എല്ലാ കളറും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ മൾട്ടി ടച്ചിൽ എല്ലാ ടച്ചും വർക്ക് ചെയ്യുന്നുണ്ടോ, 3 ടച്ച്, 2 ടച്ച്, 3 ടച്ച് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഭാഗങ്ങളും നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാം. സർവീസ് സെൻറ്റർ കൊടുക്കേണ്ടതുകൊണ്ട് കൊടുക്കുകയും ചെയ്യാം. സംഭവം ഏതായാലും എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത ഭാഗങ്ങൾ, ഏതെങ്കിലും സെൻസറുകൾ വർക്ക് ചെയ്യാത്തതുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ചെയ്യാത്തതുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളിയല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരം തോന്നിക്കിൻ്റെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പിയൂർ. താങ്ക് യു സോ മച്ച്.